ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെയിം ജേണി. ഒരു 4 അപ്ഡേറ്റ് അല്ലേ ഉള്ളൂ. പെട്ടെന്ന് പറയുന്നു, പെട്ടെന്ന് പോകുന്നു. ഓക്കെ, എവിടെ നിന്ന് തുടങ്ങാം? ആട് ജീവിതം, അത് പറയാതെ എന്ത് ജീവിതം. സോ ആട് ജീവിതം ഫസ്റ്റ് ഡേ കളക്ഷൻ 7 കോടി, 8 കോടി, 9 കോടി, 10 കോടി എന്നൊക്കെ പറഞ്ഞിട്ട് പല തരത്തിൽ ഈ സിനിമയെ കുറിച്ച് പല കളക്ഷൻ റിപ്പോർട്ടുകളും വന്നിരുന്നു. പക്ഷെ ഒഫീഷ്യലി ഒരു 2 മണിക്കൂർ മുമ്പ് പൃഥ്വിരാജ് തന്നെ ഇത് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. 16.7 കോടി രൂപയാണ് ഫസ്റ്റ് ഡേ കളക്ഷൻ വന്നിരിക്കുന്നത്. 1724 സ്ക്രീൻസ് വേൾഡ് വൈഡ്, 16.7 കോടി ഫസ്റ്റ് ഡേ ഗ്രോസ് ആൻഡ് ഇൻഫിനൈറ്റ് ലവ് പോറിംഗ് ഇൻ. ആട് ജീവിതം, അതായത് ഓസ്കാറിന് അയക്കാൻ പണമില്ല എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞിരുന്നത്. അത് പുള്ളിക്കാരന്റെ ഐഡിയ ആയിരുന്നു. കാരണം മൈത്രി ഒക്കെ ഇവിടെ ഇരിക്കുകയാണല്ലോ, അവരൊക്കെ സഹായിക്കുകയാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞൊരു ചരടിട്ട് കൊടുത്തതാണ് അത്, അല്ലെങ്കിൽ ഒരു കൊളുത്തിട്ട് കൊടുത്തതാണ്. എന്തായാലും മലയാളികൾ മൊത്തം പിരിവിട്ടിട്ടാണെങ്കിലും ഇത് ഓസ്കാറിന് അയക്കണം എന്നൊരാള് തിയേറ്റർ റെസ്പോൺസിൽ പടം കണ്ടിറങ്ങിയതിനു ശേഷം പറയുന്നത് കേട്ടിരുന്നു. അതുപോലെ 16.7 കോടി രൂപ ഫസ്റ്റ് ഡേ കളക്ഷൻ. ഞായറാഴ്ച വരെ ഫുൾ ടിക്കറ്റ് ബുക്ക്ഡ് ആണ് നമ്മുടെ ഇവിടെ നിലമ്പൂർ ഫെയർലാൻഡിലൊക്കെ. സോ ഇനിയും ഒരുപാട് കോടികൾ വാരും. എത്രമാത്രം കോടി ഇത് കിട്ടും? 150 കോടി, 200 കോടി, 300 കോടി, എത്രയാണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കഥ കമന്റിൽ രേഖപ്പെടുത്തുക. ആൻഡ് നമുക്ക് നേരെ അടുത്ത അപ്ഡേറ്റിലേക്ക് പോകാം. അതിനെക്കുറിച്ച് പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ടാവും. ആരും ഇപ്പോഴും മാറിയിട്ടില്ല. കങ്കുവ സിനിമയുടെ ലാസ്റ്റ് വന്നിട്ടുള്ള ട്രെയിലറും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിരുന്നു, അതിഭയങ്കരമായിരുന്നു. ടീസർ കിടലായിരുന്നു. എല്ലാവരും ഈ ട്രെയിലറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. മാത്രമല്ല സിനിമ അത്രമാത്രം ട്രെൻഡിങ്ങിലൊക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ആനിമൽസ്, മൃഗങ്ങൾ, അതെല്ലാം ഒറിജിനൽ ആണെന്നാണ് പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ മൃഗങ്ങളും ഒറിജിനൽ ആയിട്ട് അവർ സ്പെഷ്യൽ പെർമിഷൻ ഒക്കെ എടുത്ത് അങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നതാണ്. അതിൽ വരുന്ന പുലിയൊക്കെ ഉണ്ടല്ലോ, ആ പുലിയൊക്കെ ഒറിജിനൽ ആണ്. പിന്നെ CG മിക്സ് ഉണ്ട്, എന്നാൽ പോലും എല്ലാത്തിനും സ്പെഷ്യൽ പെർമിഷൻ എടുത്താണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടി അങ്ങനെ തന്നെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ അവർ തീരുമാനിച്ചിട്ടുള്ളതെന്നൊക്കെയാണ് പറയുന്നത്. ആൻഡ് 3 മാസത്തിനകം ഇതിന്റെ ബാക്കിയുള്ള പ്രൊഡക്ഷൻ വർക്കുകളും കാര്യങ്ങളൊക്കെ തീരും. സോ മേ ബി ഓഗസ്റ്റിൽ പടം റിലീസിനെത്തും എന്നുള്ളതും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആൻഡ് അടുത്തത് സൂര്യ 44. ഇത് ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത, ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ട് കിട്ടിയ ഒരു അപ്ഡേറ്റ് ആയിരുന്നു. കാരണം സൂര്യ ഇന്നും അങ്ങോട്ട് പുള്ളിക്കാരുടെ സാമ്രാജ്യം പടുത്തുയർത്താനുള്ള പരിപാടിയാണ്. റോളക്സിന് ശേഷം പിന്നെ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കങ്കുവയിൽ ഇപ്പോ അത്ര ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇപ്പൊ വരുന്ന ഒരു കാർത്തിക് സുബ്ബരാജ് പടമാണ്. അതിലൊന്നും പറയാനില്ല. ലാസ്റ്റ് ഒന്നുമില്ല, ജിഗർദണ്ഡ ഒക്കെ എന്തായിരുന്നു അറിയാം, കാർത്തിക് സുബ്ബരാജിന്റെ പടങ്ങളെ എന്താണെന്ന് അറിയാം. കാർത്തിക് സുബ്ബരാജ് തന്നെ അത്രമാത്രം എക്സൈറ്റഡ് ആണ് നടിപ്പിൻ നായകൻ സൂര്യയായിട്ട് ഈ പടം ചെയ്യുന്നതിൽ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ തന്നെ പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. ഞാൻ തന്നിരിക്കുന്ന പോസ്റ്റർ ഇതാണ്, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. എന്നാലും നമുക്ക് നോക്കാം. ഒരു റബ്ബറിൽ ഇങ്ങനെ കട്ട് ചെയ്തൊരു കുന്ത കയറി എന്നിട്ട് ബാക്കിൽ ഫുള്ള് റബ്ബർ തോട്ടം കത്തുന്ന തരത്തിലുള്ള സംഭവം. ഇവിടെ പട്ടാളക്കാരുടെ ഹെൽമെറ്റ് എന്നൊക്കെ പറഞ്ഞ പല ആൾക്കാരും കമന്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് റബ്ബറിന്റെ മറ്റേ ആ പാല് വെക്കാൻ പറ്റുന്ന മറ്റേ ഒരു പാട്ടുണ്ടല്ലോ, അതായിട്ടാണ് തോന്നുന്നത്. അതിന് പല ആളുകളും ഇപ്പൊ പറയുന്നത് കേരളത്തിൽ നടക്കുന്ന സംഭവമാണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. കാരണം റബ്ബർ ഉള്ളതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ റബ്ബർ ഉള്ളത് കേരളത്തിലാണ് എന്നുള്ളതുകൊണ്ടാണ് പറയുന്നത്. തമിഴ്നാട്ടിൽ ഇല്ലാതെ ഒന്നുമില്ല, പക്ഷെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ റബ്ബർ ഉള്ളത് നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെയാണ് എന്നാണ് നിഗമനം. സോ അങ്ങനെ ആവാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും കാർത്തിക് സുബ്ബരാജ് പടം സൂര്യ 44. വേറെ സംഭവങ്ങളും തന്നിട്ടില്ല. ബാക്കിൽ ഒരു കാറുണ്ട്, അതൊക്കെ നിന്ന് കത്തുന്നുണ്ട്. പിന്നെ ഒരു റബ്ബറും തോട്ടം തന്നെയാണ്, കുറെ മരങ്ങളൊക്കെ കത്തുന്നത് കാണാം. ആൻഡ് താഴെ കുറെ അമ്പ് പരിപാടികളൊക്കെ എന്തൊക്കെയോ കാണാനുണ്ട്. ഇത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഹാപ്പി ടു ബി ജോയിനിങ് ഫോഴ്സസ് വിത്ത് ദി മാസ് എന്റർടൈനർ സുബ്ബരാജ് ഫോർ സൂര്യ 44 എന്നാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും ആരാധകരൊക്കെ ഭയങ്കര ത്രില്ലാണ്. ഞാൻ പറഞ്ഞ പോലെ അൺഎക്സ്പെക്ടഡ് കിട്ടിയ ഒരു സംഭവം ആയതുകൊണ്ടാണ്. ഇനി ലോകേഷ് പടം എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന 2 പടങ്ങളുണ്ട്. അതിലൊന്ന്, അത് ഭയങ്കര പ്രതീക്ഷയോടെ എല്ലാവരും കാത്തിരിക്കുന്ന പടമാണ്. തലൈവർ രജനീകാന്ത് ആയിട്ട് വരുന്ന 171, തലൈവർ 171. അതിന്റെ ഒരു പോസ്റ്റർ ഇന്നലെ തന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അതായത് ജസ്റ്റ് ഒരൊറ്റ നോട്ടത്തിൽ തന്നെ കണ്ടാൽ നമ്മുടെ രജനീകാന്തിന്റെ ഒരു വേറിട്ട മുഖം, അല്ലെങ്കിൽ വേറിട്ട ഒരു സ്റ്റൈൽ, അതാണ് അതിൽ കാണാനുള്ളത്. ആദ്യം തന്നെ അതാണ് പറയേണ്ടത്. മുകളിൽ തലൈവർ 171 എഴുതിയിട്ടുണ്ട്. കയ്യില് വാച്ചുകൾ കൊണ്ടുണ്ടാക്കിയ 1, 2, 3, 4, 5 വാച്ചുകൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വിലങ്ങ്, ആ വിലങ്ങിനെ തലൈവർ ഇങ്ങനെ പൊട്ടിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഞാൻ കാണുന്നുള്ള ഒരു ഗ്ലാസ്. ഇനി അതിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് താഴെ കൊടുത്തുള്ള ടൈറ്റിൽ റിലീസ്, അത് ആ ഒരു ഗ്ലിംസ് April 22 അവർ അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അവർ അനൗൺസ്മെന്റ് പോസ്റ്റർ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. April 22 ഇതിന്റെ ടൈറ്റിൽ ഗ്ലിംസ് വരും. ഓക്കെ, പിന്നെ ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ വാച്ചും സമയവും ഇതാണ് കൂടുതലായിട്ട് കൊടുത്തിരിക്കുന്നത്. കയ്യിൽ തന്നെ ആ വാച്ച് നമുക്ക് കാണാം. ആ വാച്ച് ഒരു വിലങ്ങായിട്ട് കിടക്കുന്നതാണ് കാണുന്നത്. ബാക്ക്ഗ്രൗണ്ടിലും ആ വാച്ചിന്റെ ഉള്ളിലെ മറ്റേ സംഭവങ്ങളെ കൊടുത്തിട്ടുള്ളത്, ആ യന്ത്രങ്ങൾ ആ വാച്ചിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. സോ ഇതൊരു
സമയം ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എന്തോ ഒരു സംഭവം, അതായത് സമയം വിലങ്ങായി മാറുക എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഇന്ന സമയം ഇത്ര സമയത്തിനുള്ളിൽ കാര്യങ്ങൾ തീർക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരിക്കാം, സമയം കൊണ്ട് കളിക്കുന്ന ഒരു കഥാപാത്രമായിരിക്കാം, അതുമായിട്ട് വരുന്ന എന്തോ സംഭവം അവനാണ് സാധ്യത. അതിനകത്തൊരു പക്ക ഡാർക്ക് പടമാണെന്നാണ് പറയുന്നത്, ഒരു ഡാർക്ക് ആക്ഷൻ എന്റർടൈനർ ആണെന്നാണ് പറയുന്നത്. രജനീകാന്താണ്, ലോക്കിയുടെ കയ്യിലാണ് കിട്ടുന്നത്. എല്ലാ നടന്മാരും ഈവൻ കമൽഹാസൻ അടക്കം റോക്കിയുടെ കയ്യിൽ കിട്ടിയപ്പോൾ എന്താണ് സംഭവിച്ചത് നമ്മൾ കണ്ടതാണ്. സോ ഇതൊരു പടമായിരിക്കും. സോ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്തായാലും ടൈറ്റിൽ റിവീൽ ഏപ്രിൽ 22 വരട്ടെ. അത് കഴിയുമ്പോൾ ഒന്നും കൂടെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തലൈവർ 171 തൽക്കാലത്തിന് അങ്ങനെ തന്നെ കിടക്കട്ടെ. ഇനി പറയാനുള്ളത് LCU എന്ന് പറയുന്ന സിനിമയുടെ രണ്ടാമത്തെ, അതൊരു പടമല്ല, ഷോർട്ട് ഫിലിം എന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. LCUയുടെ ഷോർട്ട് ഫിലിം വരുന്നുണ്ട്. അതായത് ലിയോ, അതുപോലെ കൈദി, അങ്ങനത്തെ ഈ പടങ്ങളൊക്കെ ആയിട്ട്, വിക്രം, ഇതൊക്കെ ആയിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഉള്ള ഒരു LCU എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം. ഇത് ഏപ്രിൽ 14 റിലീസ് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. അത് നെറ്റ്ഫ്ലിക്സിലൂടെ അവർ ഒരു 30 മിനിറ്റിലധികം വരുന്ന, 30 മിനിറ്റും കുറച്ചുകൂടെ വരുന്ന ഒരു ഷോർട്ട് ഫിലിമാണ്. അത് 14 അവള് ഡേറ്റ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. ഇനി ഇൻ കേസ് എന്തെങ്കിലും കാരണവശാൽ മാറുമെന്ന് അറിയില്ല, ഇതുവരെ മാറ്റുന്നില്ല. സോ 14 നെറ്റ്ഫ്ലിക്സിലൂടെ പടം വരുന്നു തന്നെ വിശ്വസിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഇനി പറയാനുള്ളത് തലപതി വിജയുടെ ഗോട്ട് എന്ന് പറഞ്ഞുള്ള സിനിമ. സോ ഈ ഗോട്ട് എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി പുള്ളിക്കാരൻ ഇവിടെ ട്രിവാൻഡ്രത്ത് വരികയും കേരളക്കരയെ മൊത്തം ഞെട്ടിക്കുകയോ ചെയ്തിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പൊ ഇതിന്റെ ഒരു അപ്ഡേറ്റിന് വേണ്ടി ചെറിയൊരു പ്രോഗ്രാം നടക്കുന്ന സമയത്ത് കുറേ ചോദിച്ച് അവസാനം ഒരു അപ്ഡേറ്റ് കിട്ടിയിരിക്കുന്നത് ഞാൻ ചോദിച്ചതല്ല കേട്ടോ, ആ പ്രോഗ്രാമിൽ ചോദിക്കുന്ന വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട്. വീഡിയോ ഞാൻ ഇവിടെ വെക്കുന്നില്ല. ഏപ്രിൽ 1st വീക്ക് തന്നെ ഇതിന്റെ ഒരു സിംഗിൾ തരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഗോട്ടിന്റെ ബാക്കിയുള്ള കുറച്ച് ലാസ്റ്റ് ഫൈനൽ ഷെഡ്യൂളിന് വേണ്ടി ഇവർ ഏതോ ഒരു സ്ഥലത്ത്, ജർമ്മനിയാണോ ഇറ്റലിയാണോ എന്ന് എനിക്കറിയില്ല, ഏതൊരു സ്ഥലത്തേക്ക് അവർ പോകുന്നു, അവിടെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് പറയുന്നത്. അതവിടെ നിൽക്കട്ടെ, നമുക്ക് ഈ ഫസ്റ്റ് സിംഗിൾ ആണ് കിട്ടുന്നത്. അപ്പൊ ഏപ്രിൽ 1st വീക്ക് തന്നെ ഇതിന്റെ ഫസ്റ്റ് സിംഗിൾ കിട്ടും എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വലിയൊരു വാർത്തയാണ്. കാരണം ഇതുവരെ കണ്ടിട്ടുള്ള പോലെ 2 ലുക്കിലാണ് വരുന്നത് നമുക്കറിയാം, മറ്റു കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷെ നമ്മൾ ഈ പോസ്റ്ററിൽ കാണുന്നതല്ലല്ലോ, വിഷ്വലി കാണുമ്പോൾ അതിന്റെ ഒരു ഇമ്പാക്ട് വേറെ തന്നെ ആയിരിക്കും. അപ്പോൾ എന്താണ് ഈ വിജയിനെ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഡയറക്ടർ മഹാൻ ചെയ്തു വെച്ചിരിക്കുന്നത് നമുക്ക് അപ്പോഴേ കണ്ടറിയാൻ പറ്റുള്ളൂ. എന്തായാലും ഇതൊക്കെയാണ് അപ്ഡേറ്റ്സ്, ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അറിയാവുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അപ്ഡേറ്റ് ചെയ്താണെന്നുള്ളത് കമന്റിൽ രേഖപ്പെടുത്തുക. ആൻഡ് ആദ്യം ചോദിച്ച പോലെ നമ്മുടെ സ്വന്തം ആടുജീവിതം ഓസ്കാറിന് പോകുമോ? ആടുജീവിതത്തിന്റെ കളക്ഷൻ ഏതുവരെ എത്തും എന്തെങ്കിലും പ്രഡിക്ഷൻ ഉണ്ടെങ്കിൽ അതുകൂടെ മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തുക. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ ലൈക്ക് ചെയ്യുക.